അപ്പോൾ ശരിയാണോ, പിന്നെ കാണാം. ശരിയാണോ മോനെ? ശരി പിന്നെ കാണാം. ശരി. അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോട്ടത്തക. അപ്പോൾ അച്ഛന്മാർ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് ഒന്നുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ വണ്ടി കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരം 27 ഹെയർപിൻ വളവുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന സമയത്ത് വണ്ടി ഇപ്പോൾ ഒരു 150 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. പെട്ടെന്ന് വണ്ടി സ്ലിപ്പായി, മഴ കാരണം സ്ലിപ്പായി. പെട്ടെന്ന് നമ്മുടെ കണ്ടോ സൈഡിൽ ഇങ്ങോട്ട് ഇടിച്ചങ്ങ് കയറുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ വണ്ടിക്ക് ഫുള്ള് പണി കിട്ടി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് വന്നതാണ്. അപ്പം കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. കണ്ടോ വെച്ചാൽ ഇടിച്ച് കയറി ഫ്രണ്ട് മൊത്തം ചളിഞ്ഞ് ചപ്പള് പൊളിയായിട്ടുണ്ട് വെച്ചാൽ. ഇപ്പോഴും ഇൻഡിക്കേറ്റർ കിടന്ന് കത്തുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇതൊരു വളവ് വളഞ്ഞിട്ടാണ് അത്രയും സ്പീഡിൽ നമ്മൾ ഒരേ പവറിൽ വന്നത്. പക്ഷേ വണ്ടി ഇടിച്ചങ്ങ് കയറി വെച്ചാൽ. സോ വെച്ചാൽ അതിന് മുമ്പ് നമ്മുടെ വീഡിയോയിൽ കിടന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി 700 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പം 620ഓളം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 700 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മച്ചാന്മാരെ, ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി ഇനി നമ്മുടെ വണ്ടി ഒന്ന് കഴുകാനും പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലും, ഇവിടെ അടുത്ത് കുറേ വർക്ക്ഷോപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വണ്ടി സെറ്റപ്പ് ആക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും ആദ്യം നമ്മുടെ വണ്ടി പോയി ഇടിച്ച് കയറുന്നത്. നിങ്ങൾ ആദ്യമേ ഒരു നിങ്ങൾക്കൊരു ഇവിടുത്തെ ക്യാമറയിൽ നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അതങ്ങ് കാണിച്ചതാണ്. അപ്പം ഇതായിരുന്നു മുമ്പ് നടന്നിരുന്നത്. വണ്ടി ഒറ്റ ഇടിച്ച് കയറലായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു കാണും ആദ്യം. ഇവിടുത്തെ ക്യാമറയുടെ ഫുട് പ്രിൻ്റാണ്. അപ്പം നമുക്കെന്തായാലും ആ വർക്ക്ഷോപ്പിലോട്ട് കത്തിച്ച് അങ്ങോട്ട് വിടാം. ഇനിയും നമുക്ക് ഒരുപാട് ട്രിപ്പുകൾ ഇനിയും വരാനുണ്ട്. ഇപ്പം ഞാനൊരു ഓട്ടോ പിടിച്ചാണ് വന്നത്. സോ ഇവിടുത്തെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. അന്ന് 27 ഹെയർപിൻ വളവുകൾ കയറിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം അത്രയും സംഭവം എന്ന് ഞാൻ പറഞ്ഞത് 27 ആ ഹെയർപിൻ വളവുകൾ അത്രയും കയറി കഴിഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരുന്നു. അപ്പം നമ്മളൊരു കടയിൽ കയറി ചായ കുടിച്ചിട്ട് അപ്പോഴത്തേനും നല്ല മഴയായി. പിന്നെ അപ്പം മഴയത്ത് ലൈറ്റൊക്കെ ഇട്ട് പവറായിട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അത്യാവശ്യം വണ്ടികളൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ 150 കിലോമീറ്റർ സ്പീഡിൽ കത്തിച്ച് വന്നു. പെട്ടെന്നാണ് ഒരു വണ്ടി വളഞ്ഞ് അടുത്തോട്ട് വന്നത്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ നോക്കി, പക്ഷേ സ്ലിപ്പായി സ്റ്റിയറിങ് അങ്ങ് വളഞ്ഞ് വന്ന് ഒറ്റ വീഴ്ച കയറില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ മറ്റേ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. പിന്നെ നമ്മളങ്ങ് പോയി. ഇപ്പം ഇന്നലെ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അടുത്ത ദിവസം ഇങ്ങ് വന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടൊക്കെ ആകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് കത്തിച്ചങ്ങോട്ട് പോവാണ്. വണ്ടിക്ക് വലിയ കുഴപ്പം ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് ദൂരം ആണ് നമ്മുടെ അവിടെ ഉള്ളത്. ഏകദേശം ഒരു 100-110 കിലോമീറ്റർ ഇപ്പോൾ പോകുന്നുള്ളതെന്ന് തോന്നുന്നു. ഫുള്ള് കിലോമീറ്റർ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. 120 കയറുമോയെന്നറിയത്തില്ല. ചവിട്ടിയിട്ടങ്ങോട്ട് പോകുന്നില്ല മച്ചാന്മാരെ. എന്തായാലും വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഏകദേശം എത്താറാവുന്നുണ്ട്. അപ്പം എന്താവും സ്ഥിതി എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം ഒന്നാമതേ വണ്ടി മൊത്തം പണിയായിട്ടിരുന്നതായിരുന്നു. ഇതിന് മുമ്പ് ഓരോ ട്രിപ്പുകൾക്കൊക്കെ മുമ്പ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. വണ്ടിക്ക് ഓരോരോ പണി കിട്ടി. പക്ഷെ നമ്മൾ അതിനൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് മച്ചാന്മാർ. ഇതാണ് നമുക്കറിയാവുന്ന ഒരാളുടെ വർക്ക്ഷോപ്പാണ്. അപ്പം നമുക്ക് ഇവിടെ ആളുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ട് വെച്ചാൽ. അപ്പം നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് വണ്ടി കയറ്റിയിട്ട് നമുക്ക് അടുത്ത ദിവസം വീട്ടിൽ പോയിട്ട് അയാൾ ചോദിക്കാം. എന്തായാലും ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വേറെ വണ്ടികളൊന്നും പണിക്ക് വെളിയിൽ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ. അപ്പം കണ്ട വെച്ചാൽ വരെ 2-3 ബസ്സും ഒക്കെ വെളിയിൽ കിടപ്പുണ്ട്. അതൊക്കെ പണിക്ക് വന്നതാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം നാളെ തന്നെ വന്ന് നോക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മളിങ്ങനെ അടുത്ത ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിലത്തെ കുറച്ച് പാർട്ടുകൾ പ്രശ്നമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഏകദേശം 10-50,000 രൂപയോളം ആയിട്ടുണ്ട്. പൈസ ഒരു 50% ഡാമേജ് ഉണ്ടായിരുന്നു നമുക്ക് വണ്ടിക്ക്. 52% ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം 48,000-50,000 ആയി. ഇനി ഒരു 20,000 രൂപയും കൂടെ വേണം. കാരണം അവിടെ വണ്ടിയും കൂടെ ഒന്ന് കഴുകണം. ഫുള്ള് മണ്ണും പൊടിയായിട്ടിരിക്കുക. അപ്പോൾ വണ്ടി ഒന്ന് കഴുകിയും കൂടെ വേണം. അപ്പോൾ നമുക്ക് വണ്ടി ഫുള്ളും ചുറ്റി കാണാം. വണ്ടിക്ക് കണ്ടോ ഫ്രണ്ട് നേരത്തെ ചപ്പുപൊളി ആയതായിരുന്നു. അപ്പോൾ സൈഡൊക്കെ കണ്ടോ എല്ലാം ഫിനിഷ് ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പം വണ്ടിയുടെ എല്ലാം പണിയെല്ലാം തീർത്ത് ഇനി കഴുകിയ കിടിലൻ പുത്തൻ ക്ലാസിക് വണ്ടിയാകും. അപ്പോൾ ഇനി നമ്മൾ സമയം കളയുന്നില്ല, ഇനി നമുക്കിനി പോയി എടുക്കാം. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ പുതിയൊരു വേറൊരു വണ്ടി വാങ്ങാൻ ഇരിക്കുമായിരുന്നു. ഇതുകൊണ്ട് ഓടുന്ന അടിപൊളി ബസ്സാണിത്. പക്ഷേ ഭയങ്കര ലൈറ്റ് വർക്കോ അങ്ങനെയൊന്നുമില്ല. ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അത്രയും വർക്കൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പം അതൊന്നും ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മളിനി ഒരു പുതിയ ടൂറിസ്റ്റ് ബസ് എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഫണ്ട് വേണ്ടേ മച്ചാൻ വരെ, അത്യാവശ്യം നല്ല പൈസ വേണം. ഇപ്പം നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് വാങ്ങാനുള്ള പൈസയോളം ആയിട്ടില്ല. അപ്പം ഇനി ഉടനെ ഒരു ടൂറിസ്റ്റ് ബസ്സും കൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. ഉടനെ ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു ഫോറസ്റ്റ് ട്രിപ്പ് നമുക്ക് വേറൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കണം മച്ചാന്മാരെ. ഏകദേശം നമ്മളങ്ങനെ ക്ലീൻ ചെയ്യുന്നിടത്ത് ആ കട കണ്ടോ, ഇവിടെ എവിടെയോ അങ്ങാണ്ടാണ് ക്ലീൻ ചെയ്യുന്ന കട. അതുകൊണ്ടാണ് മച്ചാന്മാരെ, അതാണ് നമ്മുടെ വണ്ടി മൊത്തം ഒന്ന് കഴുകി വെളുപ്പിച്ച് സുന്ദരക്കുട്ടനാക്കണം. എന്നിട്ട് നമ്മളൊരു ബസ്സിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി 20,000 രൂപയോളം ആകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഏകദേശം 60,000-70,000 രൂപയുടെ പണിയാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ 150 കിലോമീറ്ററിലൊക്കെ വന്നായിരുന്നെങ്കിൽ വന്നുകൊണ്ട് വലിയ കുഴപ്പമൊക്കെ പറ്റി, മനസ്സിലായോ? അത്രയൊന്നും വേണ്ടായിരുന്നു. പക്ഷെ കണ്ടോ, അപ്പോൾ നമ്മൾ വണ്ടി കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ നിന്നും മേളിൽ നിന്നും താഴെ നിന്നും എല്ലായിടത്തുനിന്നും വെള്ളം വന്ന് ഫുള്ള് കഴുകി വണ്ടി ക്ലീൻ ചെയ്താണ് വരുന്നത്. ഒരു ടൂറിസ്റ്റ് ബസ് കഴുകുന്നതിൻ്റെ കൂട്ട് തന്നെ മൊത്തം കഴുകി വെളുപ്പിച്ച് കിടുക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. കണ്ടാൽ മച്ചാന്മാരെ. അപ്പം നമുക്കിനി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വണ്ടി ഇടാം, എന്നിട്ട് നമ്മുടെ മെയിൻ റിവ്യൂ നമുക്ക് പറയാം. അപ്പം നമുക്ക് അപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട്. ഓക്കെ, അപ്പം മച്ചാന്മാരെ ഒരു പമ്പിൽ വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ സെറ്റപ്പ്, പഴയ വണ്ടി പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച വണ്ടി സമയത്ത് പോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ ലൈറ്റൊക്കെ സെറ്റപ്പാക്കി കിടിലമാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. അപ്പം മച്ചാന്മാരെ ഏകദേശം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വണ്ടി ഒന്ന് പണിയിപ്പിച്ച് സെറ്റാക്കി ഇതേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ മച്ചാന്മാരെ.